എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. Queen of Swords, Queen of Wands, Moon card, Seven of Cups, King of Cups, Fool card, Judgment. ഇതാണ് ഇന്ന് വന്നിരിക്കുന്ന കാർഡുകൾ. നമുക്ക് റീഡിങ്സ് നോക്കാം. ക്വീൻ ഓഫ് സോർട്സിന്റെ കാർഡാണ് ആദ്യമേ വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും വളരെ സ്വാതന്ത്ര്യമായിട്ട് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ ചിന്തകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ദിവസമാണ്. മിഥ്യാധാരണകളൊക്കെ മാറിയിട്ട് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനാണ് യൂണിവേഴ്സ് പറയുന്നത്. കാര്യങ്ങൾ വ്യക്തതയോടെ കാണാൻ ശ്രമിക്കുക, വ്യക്തതയോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് ആക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വളരെയധികം ബുദ്ധി ഉപയോഗിച്ചിട്ട് ഇന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിനെ കൂടാതെ ബുദ്ധിയും കൂടി ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറയുന്നുണ്ട്. അതായത് വികാരപരമായ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ബുദ്ധിപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടിട്ട് തീരുമാനങ്ങൾ എടുക്കുക, മുന്നോട്ട് പോകാൻ പറയുന്നു. ആശയവിനിമയം, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ആശയവിനിമയം നടത്തുന്നുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആരോടെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വ്യക്തതയോടുകൂടി മുന്നോട്ട് വെക്കാനാണ് പറയുന്നത്. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. അതുപോലെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ശക്തിയും നമുക്ക് ആന്തരികമായിട്ടുള്ള ശക്തിയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. നമ്മളെപ്പോഴും നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെല്ലാവർക്കും അറിയാം. എന്ത് കാര്യം നമുക്ക് ചെയ്യണമെങ്കിലും നമുക്ക് ഫസ്റ്റ് വേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ആണ്. അപ്പോൾ അത് സെൽഫ് കോൺഫിഡൻസ് കുറവുള്ള ആളുകൾ അത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്താണോ നമ്മളുടെ ഭാഗത്ത് നമുക്ക് ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ കുറവായിട്ട് ഫീൽ ചെയ്യുന്നത് അത് നമ്മൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുക. മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് കുറവുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുക. എന്ത് കാര്യം ചെയ്യാനും നമുക്ക് പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉള്ളിൽ ആദ്യം ഊട്ടിയുറപ്പിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് ഈ കാർഡ് പറയുന്നത്. ക്വീൻ ഓഫ് വാൻഡ്സും വന്നിട്ടുണ്ട്. ഇത് നമുക്ക് 2-3 ദിവസമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു കാർഡാണ്. ഞാൻ പറയുന്നുണ്ട് അതൊരു ഫീമെയിൽ എനർജി നിങ്ങളിലേക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് വളരെ അധികം നിങ്ങൾക്കൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ആ ഒരു എനർജിയിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇന്ന് പ്രൊഫഷണലി വളരെ പോസിറ്റീവായിട്ട് കാണപ്പെടുന്നുണ്ട്. നിങ്ങൾ വളരെ പ്രൊഫഷണലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പ്രൊഫഷണലായിട്ട് ചെയ്യണം. അഥവാ അങ്ങനെ ചെയ്യാത്ത ആളുകളാണെങ്കിൽ പ്രൊഫഷണലായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളൊരു സംരംഭകത്വം ഏറ്റെടുക്കുന്നതായിട്ട് കാണുന്നു, ഒരു നേതൃത്വ സ്ഥാനം സ്വന്തമായിട്ട് ഏറ്റെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം
ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം എന്ത് യൂണിവേഴ്സ് ഉണ്ടാക്കി തരുന്നുണ്ട്. അത് നിങ്ങൾ ഏറ്റെടുക്കുന്നത് നന്നായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതിൻ്റെ ആത്മവിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. കഠിനാധ്വാനം ചെയ്യാനായിട്ട് വളരെ സന്നദ്ധരായിട്ടുള്ള അതായിട്ട് ഇന്ന് കാണുന്നുണ്ട്. എന്ത് കാര്യം ചെയ്യാനായിട്ട് വളരെയധികം പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. സ്വയം തൊഴിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്ത് വിജയിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവും ഒരു അഭിനിവേശമൊക്കെ. അങ്ങനെ ആയിത്തീരണം, ഇങ്ങനെ ആയിത്തീരണം എന്ന് എല്ലാവർക്കും ഒരാഗ്രഹം ഉണ്ടാവും ഉള്ളിൻ്റെ ഉള്ളിൽ. ആ ആഗ്രഹത്തെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറയുകയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ നിങ്ങൾ അവിടെ മൂടിയിടാതെ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അതിപ്പോൾ ഏത് സിറ്റുവേഷനിലിരിക്കുന്ന ആളുകളാണെങ്കിലും അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ചില ആളുകൾ വിചാരിക്കുന്ന എനിക്കിപ്പോൾ ഇത്രയും പ്രായം, ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഏജ് ഒരു ഫാക്ടറല്ല. നമുക്ക് എന്ത് കാര്യം ചെയ്യണമെന്ന് വെച്ചാലും നമുക്കത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പം അതിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ അത് ഉള്ളിൽ തന്നെ ഇരിക്കും. അത് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. അപ്പോൾ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് അതിനുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക. നിങ്ങളുടെ ലക്ഷ്യം എന്താണ് അതായിരിക്കണം നിങ്ങളുടെ ചിന്തകളും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളും നിങ്ങളുടെ തിങ്കിങ്ങും എല്ലാം നിങ്ങളുടെ ആ ലക്ഷ്യത്തിന് ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങളായിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളും നിങ്ങൾ ചിന്തിക്കുന്ന വഴികളും എല്ലാം അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് വന്നു പോകുന്നതെല്ലാം നമ്മൾ അതിനെ അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് പല ആളുകളുടെയും പല കാര്യങ്ങൾക്കും സൊല്യൂഷൻസ് കണ്ടെത്തി കൊടുക്കാൻ ഇന്ന് പറ്റുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇന്ന് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ടും സക്സസ്സിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള എല്ലാ എനർജികളും ഉണ്ട്. അപ്പോൾ അതിനെ ഫോളോ ചെയ്യാനാണ് പറയുന്നത്. കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു വളരെയധികം ഭാവന ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്, പല കാര്യങ്ങളെയും ഇമാജിൻ ചെയ്യുന്നുണ്ട് പറയുന്നത്. അതുപോലെ വളരെ വ്യക്തിത്വം ഉള്ള ഇതായിട്ട് കാണിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിത്വത്തിന് കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. വ്യക്തിത്വത്തിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതുപോലെ മറ്റുള്ളവരോട് സ്നേഹമായിട്ട് പെരുമാറാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരിലും ഒരു സ്നേഹത്തോടെ ബിഹേവ് ചെയ്യാനും സ്നേഹത്തോടെ കാര്യങ്ങളെ മുൻനിർത്തി കാണാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു സന്യാസിയെ പോലെ നിങ്ങൾക്ക് ഇന്ന് പ്രവർത്തിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ സ്പിരിച്വലി കുറച്ച് കൂടുതലായിട്ട് തിങ്ക് ചെയ്യും, അതിന് വേണ്ടിയിട്ട് കൂടുതൽ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട്. എന്ത് വെല്ലുവിളികളെയും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആത്മവിശ്വാസവും കഴിവും ഉപയോഗിച്ച് നേരിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവരെ നിങ്ങളുടെ വഴിയിലേക്ക് നയിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും നെഗറ്റീവ് അട്രാക്റ്റ് ആയിട്ട് വരുള്ളൂ. പോസിറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാർക്ക് പോസിറ്റീവാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ കയ്യിൽ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് പൈസ ഇല്ല, മണിയില്ല എന്നുള്ള ചിന്തകൾ നമ്മളിലേക്ക് വന്നാൽ വീണ്ടും വീണ്ടും ആ ഒരു എനർജി തന്നെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളപ്പോൾ നമുക്കൊരു സിറ്റുവേഷൻ സ്റ്റക്കായി പോയിട്ടുണ്ട്, ഒരു മണിയിൽ സ്റ്റക്നെസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓവർകം ചെയ്ത് അത് നിങ്ങൾക്ക് നേടേണ്ട കാര്യം നേടി എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. അല്ലാതെ നമുക്ക് ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നാൽ അത് തന്നെ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്താണില്ല, ഇപ്പം പണമാണ് നമ്മുടെ കയ്യിലില്ലാത്തെങ്കിൽ നമുക്ക് പണം ഉണ്ടായി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുത്തതിന് ശേഷമുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആ കാര്യം നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും. ചില ആളുകൾക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാതെ അത് നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ അതൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ, അതൊന്നും ഇല്ലാത്തൊരു എനർജി, അതൊന്നും ഇല്ലാത്തൊരു സന്തോഷത്തിലേക്ക് എത്തിയതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. എപ്പോഴും അതിന് മാത്രം, ആ ചിന്തകൾക്ക് മാത്രം മുൻതൂക്കം നൽകി നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ പറ്റും.
വരും. അതൊരു ലോ ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പോൾ നമ്മളിതിപ്പോൾ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത്, എന്താണോ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്, അതാണ് സംഭവിക്കുന്നത്. നമ്മുടെ മനസ്സിൽ എന്താണുള്ളത് അതാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താണ് അതാണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ചിന്തകളെ മാറ്റി നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി പോസിറ്റീവിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. 7 of Cupsൻ്റെ ഒരു എനർജിയാണ്. തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ്. നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തെറ്റിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ കാര്യങ്ങൾ ചിന്തിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുക. നമ്മുടെ ഫാൻറ്റസീനെ മാറ്റിയിട്ട് യാഥാർത്ഥ്യങ്ങളെ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. മറ്റുള്ള ആളുകളുടെ വാഗ്ദാനങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക. പല വാഗ്ദാനങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ആ വാഗ്ദാനങ്ങളിലൊന്നും നിങ്ങൾ ചെന്ന് പെടാതിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കി മാത്രം തീരുമാനങ്ങൾ എടുക്കുക. യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി മാത്രം തീരുമാനങ്ങൾ എടുക്കുക. കുറേ അവസരങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുന്ന കുറേ വാഗ്ദാനങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് മാത്രം ചൂസ് ചെയ്യുക. ഏതാണോ കറക്റ്റ് എന്നുള്ളത് ചൂസ് ചെയ്യുക. അതിന് നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. കറക്റ്റായിട്ടുള്ളൊരു വഴിയിലേക്ക് നയിക്കാൻ വേണ്ടി, കറക്റ്റായിട്ടുള്ള കാര്യം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. കറക്റ്റായിട്ടുള്ളത് മാത്രം എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളത്. മറ്റുള്ളതൊന്നും അട്രാക്റ്റ് ചെയ്തെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൃത്യമായ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന വളരെ വലിയൊരു ഗൈഡൻസ് ആണത്. കൃത്യമായ കാര്യം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. മൂൺ കാർഡ് വന്നിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും ആശയക്കുഴപ്പം ഉണ്ടാവുമെന്നാണ് കാണിക്കുന്നത്. മിഥ്യാബോധമായിരിക്കും കൂടുതലും നിങ്ങൾ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് സ്വന്തം ഇൻറ്റ്യൂഷൻ വിശ്വസിക്കാൻ പറയുന്നുണ്ട്. സ്വന്തം ഇൻറ്റ്യൂഷനിൽ വിശ്വസിച്ച് അതിനകത്ത് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറയുന്നത്. ഒരു കാര്യത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല. കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ എന്ത് കാര്യവും മനസ്സിൽ ഉണ്ടാവുന്ന ഒരു കാര്യം നിങ്ങളത് പ്രവൃത്തിപരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ യാഥാർത്ഥ്യങ്ങളെ മുന്നിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതിനിടയിൽ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ വന്നാൽ പല ആളുകളും പല അഭിപ്രായങ്ങളും പറഞ്ഞു വരുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ അതിനൊന്നും ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് മാത്രം ഊന്നൽ നൽകുക. നിങ്ങൾ നല്ലത് മാത്രം അട്രാക്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അതിന് നിങ്ങളെ ഇൻറ്റ്യൂഷൻസ്, നിങ്ങളെ സ്പിരിച്വൽ ആയിട്ടുള്ള കഴിവുകളെ ഉപയോഗിച്ച് നിങ്ങളത് ചൂസ് ചെയ്യാനാണ് പറയുന്നത്. ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. പുതിയൊരു മാനസാന്തരം സംഭവിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ആളുകൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനാണ്. യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നതായിട്ട് കാണിക്കുന്നു. പഴയ കാര്യങ്ങളേക്ക് മറന്നിട്ട് പുതിയ കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യുക, പുതിയതിൽ ജീവിക്കുക. പാസ്റ്റിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അതിനെ അട്രാക്റ്റ് ചെയ്ത് വെക്കാതെ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ചില ആൾക്കാർ പല സമയങ്ങളിലും ഫിനാൻഷ്യൽ സ്ട്രഗിളിലൂടെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കാതെ നിങ്ങൾ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഇനി എന്താണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് വേണ്ടത്, ആ കാര്യങ്ങൾ ചിന്തിക്കുക. പോസിറ്റീവായിട്ട് ആ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിൽ അട്രാക്റ്റ് ആവാനാണ് പറയുന്നത്. കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ പോയിട്ട് പുതിയ ജീവിതം മെച്ചപ്പെടുത്തുവാനുള്ള കാര്യങ്ങൾ എന്താണ്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നിങ്ങൾക്കൊരു നല്ല ജോലിയാണ് വേണ്ടതെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. അതിനെക്കുറിച്ച് മനസ്സിൽ ചിന്തകൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുക. അത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരും. ഒരിക്കലും നെഗറ്റീവ് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പല ആളുകൾക്കും പറയും ഞങ്ങൾ ഭയങ്കര കഷ്ടത്തിലൂടെ കടന്നു പോകാൻ, വളരെ ടെൻഷനിലൂടെ, വളരെ അങ്ങനെ മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും അതിനകത്തുനിന്ന് പുറത്തേക്ക് കടക്കാൻ സാധിക്കില്ല. അപ്പം നിങ്ങൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാർ നിങ്ങൾ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. വരാൻ പോകുന്ന നല്ല കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഒരു നല്ലൊരു വീട് വേണം, നല്ലൊരു വാഹനം വേണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നമുക്കിപ്പോൾ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ചല്ല, നമുക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്.
ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നൊരു പുതിയ ഒരു തുടക്കം കിട്ടുന്നുണ്ട്. എല്ലാ കാര്യത്തിനും ഒരു പുതിയ തുടക്കം കിട്ടുന്നു. പുതിയൊരു ജേണിയാണ് നടക്കുന്നത്. എല്ലാം ഒരു പരിവർത്തനത്തിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. പല ആൾക്കാരും പല ബാഡ് സിറ്റുവേഷനിൽ നിന്ന് മാറി പുതിയൊരു നല്ലൊരു സിറ്റുവേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പഴയ ഓർമ്മകളെ കൊണ്ടു നടക്കാതെ പുതിയ കാര്യങ്ങൾ മാത്രം മാനിഫെസ്റ്റ് ചെയ്യുക, പുതിയ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, നിങ്ങൾക്ക് വരാൻ പോകുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ആവേശകരമായ ഒരു യാത്രയാണ് നിങ്ങൾ നടത്തുന്നത്. അത് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ കുറിച്ച് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. അമിതമായി ചിന്തിക്കേണ്ട കാര്യവുമില്ല. അധികം ഓവർ കോൺഫിഡൻസോടെ മുന്നോട്ട് പോകേണ്ട, വിധമായ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയി കാര്യങ്ങൾ നേടിയെടുക്കാനാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് യൂണിവേഴ്സ് കൊണ്ടുതരും എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ നല്ലൊരു പാതയിലേക്ക് എത്തിച്ചു തരും. അപ്പൊ തീർച്ചയായിട്ടും അതൊരു നല്ലൊരു പരിവർത്തനമായി നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ ഈ റീഡിങ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഉദ്ദേശം പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാവുക, നിങ്ങളുടെ ചിന്താഗതിയിൽ ഗുണകരമായി പ്രയോജനപ്പെടുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ പറയുന്നത് ടാരോ എപ്പോഴും സത്യം മാത്രം പറയുന്ന ഒരു വിശ്വസിച്ച് നിങ്ങൾ ഇതിനെ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം നല്ല കാര്യങ്ങൾ മാത്രം അട്രാക്ട് ചെയ്ത് നിങ്ങൾ എടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണും കൂടുതൽ